ഗോപുര നർത്തകി മനുഷ്യക്കാരന്റെ ചക്കനാണല്ലോ. രാജീവേട്ടോ, രാജീവേട്ടോ, രാജീവേട്ടാ, രാജീവേട്ടോ. പലിശക്കാരന്റെ ചക്കല്ലേ മകൻ വന്നിട്ടുണ്ട്. ഒന്ന് പോയിട്ട് ഒന്ന് സമാധാനിപ്പിച്ച് എന്തേലും ഒന്ന് പറയും. ഞാൻ എന്ത് പറയണം? പിന്നെ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ എന്റെ അടുത്ത് പൈസ ഇല്ല കൊടുക്കാൻ. 2 മാസത്തെ 3 മാസമായിട്ട് കൊടുക്കാണ്ട് പലിശ. എത്രയാണെന്നുള്ളത് അറിയില്ല. ഞാനൊക്കെ മറന്നേക്കും. ഒന്ന് പറഞ്ഞാളെ. അത് നടക്ക്. ചെല്ല്. ബുദ്ധിമുട്ടിക്കാനായിട്ട്. ചേച്ചിയെ, ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അങ്ങടെ അങ്ങാടി പോയതാ. പലിശ പൈസ ഒന്നുമില്ല. 2 മാസമായി ചേച്ചിയെ പലിശ പൈസ തന്നിട്ട്. ഏട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല. 2 മാസത്തോളായി ഇത് മേടിക്കുമ്പോ ഇങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ മേടിക്കാൻ നിക്കണ്ടേന്നില്ല. ചേട്ടൻ വന്നാ ഞാൻ പറയാം. ഇതിപ്പോ എന്നും ഇങ്ങനെ തന്നെയാണേ. അച്ഛൻ വന്ന് മടുത്ത്. ഇനിയിപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ വരേണ്ടി വന്നു. ഒന്ന് അച്ഛനെ ഒന്ന് കാണാൻ പറയും ചേട്ടനോട്. അല്ലെങ്കിൽ ഒന്ന് വന്ന് വിവരം പറയാൻ പറയും. മുങ്ങി അടക്കലേന്ന് അറിയും. ശരി, പറയാം. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് വെച്ച് തീർത്തോളുണ്ട്. ഈ ഉമ്മർത്തൊന്നും അയാളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞത് എങ്ങനെയാ? പക്ഷേ നിങ്ങൾ 2 മാസമല്ലേ പൈസ കൊടുത്തിട്ട്? നിങ്ങൾക്ക് ഇതൊക്കെ കൊടുത്തൂടെ? പിന്നെ എന്തിനാ ഇന്ന് ഇവിടുത്തെ കെട്ടിയതിൽ പോണത്? എന്ത് ചെക്കൻ പോയോ? മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോ പിന്നാരങ്ങൾ ഉണ്ടാക്കണത്. ഞാൻ ഇവിടെ നാണം കിട്ടുപോയി. ആ യശോദയുടെ കാണാൻ മുന്നിട്ട് നിൽക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് തീർത്തൂടെ? എന്തിനാ വീട്ടിലേക്ക് എടുത്താൽ നിൽക്കണത്? എല്ലാരും അറിഞ്ഞു. 2 മാസമായി കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരോടൊന്ന് സമാധാനം പറഞ്ഞൂടെ? എന്ത് ക്ഷമിക്കണ്? ഞാനല്ലേ നാണം കെട്ടത്? എടി 2-3 ദിവസം, എത്ര ദിവസമായി ഇപ്പൊ പണി ഉണ്ടായിട്ട്? പണി ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ? 2 മാസമായിട്ട് എന്താ കൊടുക്കാഞ്ഞപ്പോ? എവിടുന്ന് പോകണ്ടല്ലോ പണിക്കാന്ന് പറഞ്ഞിട്ട്? വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്? വീട്ടിലെ ചെലവില്ലേ, അത് ചെയ്യണ്ടേ? പിന്നെ കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം നോക്കാം. അല്ലാത്തവരും ഞാൻ എടുക്കാൻ നിൽക്കണ്ട. തീർന്നില്ല കഥ. ഇതിപ്പോ എന്തിനെടുത്താന്ന് വെച്ചിട്ടാ ഈ പൈസ ഇപ്പൊ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കടം വാങ്ങി 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് പലിശക്ക്. ഇത് എന്തിനു വാങ്ങിയാന്ന് നമുക്കറിയാം. എന്തിനു വാങ്ങിയാലും കൊടുക്കാൻ പറ്റുന്നത് മാത്രം മേടിച്ചാൽ മതി, അല്ലാത്തൊരു മേടിക്കണ്ട. ഈ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഞാനിപ്പോ നാണം കെട്ടുന്ന ചെക്കന്റെ മുമ്പിൽ നിങ്ങളൊന്നല്ലോ. പിന്നെ ആ ചെക്ക ചെറിയ നരുന്ത് ചെക്കന്റെ മുമ്പിൽ ഒന്ന് നാണം കെടുക. പിന്നെ പൈസ എന്താ ആവശ്യത്തിന് വാങ്ങണ്ടാണ്, അത് അതുകൊണ്ട് വാങ്ങിയത്. ഇപ്പൊ എന്തൊരു കഥയാണ്. എടി, എന്റെ ആങ്ങളക്ക് ഗൾഫ് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈസ വാങ്ങിയിട്ടുള്ളത്. ഈ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഈ തൊള്ള അളയ്ക്കുമ്പോ എന്റെ ചെറിയ ആങ്ങള ഇവിടെ വന്നിട്ട് തന്നെയല്ലേ പറഞ്ഞിരുന്നത് പൈസ ഇല്ല എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മാസമായില്ലേ? ഇതുവരെ കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ 2-3 മാസമായിട്ട് അവൻ പോയിട്ട് ശമ്പളം കിട്ടി തുടങ്ങിയ എന്തേലും ഒന്നും അയച്ചു തരണ്ടേ? എന്താ അയച്ചിരുന്നു? അതൊക്കെ ഒരു അളിയന്റെ കടമല്ലേ? അണക്ക് ഇങ്ങനെ പറയാ, എന്താ അളിയന്റെ കടമ എന്ന് പറഞ്ഞിട്ട് ഈ മാന്തളിന്റെ പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ. വല്ലാത്തൊരു ഇടങ്ങറ്. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്താൽ 100 വട്ടം പറയല്ലോ. എന്റെ വീട്ടുകാർക്ക് കൊടുക്കണല്ല, ആർക്ക് കൊടുത്താലും. ഇനിയിപ്പോ അതൊരു വിഷയം ആക്കണ്ട. വേഗം അടക്കാൻ നോക്ക്. എങ്ങനെയെങ്കിലും ആരുടെ കടം മേടിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് വേഗം അടക്കാൻ നോക്ക്. ഈ മാല കൊണ്ടാകുന്നിട്ട് ഒന്ന് പണയം വെക്കുന്ന ഇവിടെ ഇരിക്കണില്ലേ? എന്ത്? നിങ്ങളുടെ പലിശ അടക്കാൻ വേണ്ടിട്ട് ഞാൻ മാല തരാം, ഒന്ന് പോയാ അവിടുന്ന്. അപ്പൊ ആൾക്ക് കാളയും വിടാൻ പറ്റില്ല, കയറും വിടാൻ പറ്റില്ല അല്ലേ? പലിശ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും വേണം. അത് മുതലല്ല, പലിശയാണ് ഈ കൊടുക്കണത്. അവനെ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടിരുന്ന പൈസ പലിശയിലേക്ക് ഇങ്ങനെ കൊടുക്കുക. അതെന്താ കാര്യം എന്നുള്ള മനസ്സിലാക്കിയാൽ അന്നാലെങ്കിലും ഒരു ദയവ് വേണ്ടേ സംസാരിക്കണേന്? അപ്പൊ ആ ചെക്കന്റെ മുമ്പിൽ പോയിട്ട് ഒന്ന് സംസാരിച്ചു വിട്ടേനാണ്. ഇപ്പൊ ഞാനാ ചെല്ലണിച്ച് ആ ചെക്ക ഇതൊക്കെ പറയാ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ അവന്റെ അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ആയിട്ടാണ് തന്റെ മകനെ പറഞ്ഞയച്ചിട്ടുള്ളത്. അറിയോ? ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്താണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതൊക്കെ ചിലപ്പോ ഭാര്യമാരൊന്നും മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് അതൊന്നും ഒരു ചിന്ത ഇല്ല. വെറുതെ എന്നിട്ട് എന്റെ വീട്ടുകാർക്ക് പൈസ കൊടുത്തേനാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെയാണ് പറയണത്.
അല്ലാത്തൊരു കഥ ഉണ്ട് ട്ടാ. ഈ ആ മാല എടുത്ത് കെട്ടിയാ അയ്യടാ വേണേ കടം കിട്ടിയാ മതി. അത് ഇവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ്? ഈ എപ്പോഴെങ്കിലും പല കല്യാണത്തിനൊക്കെ പോകുമ്പോഴല്ലേ അത് ഇടലുള്ളൂ. അവിടെ ഇരുന്നോട്ടെ. ആകെ ഞാൻ ഒരു തലിമാല മാത്രമേ ഉള്ളൂ, അത് തരില്ല. ഇതേ മുക്ക. ഒരു 2 മാസം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ഇപ്പൊ തിരിച്ചെടുക്കാം. രണ്ടണ്ട എവിടെ നശം ഉണ്ടാക്കി കൊടുത്തോ, എനിക്കിപ്പൊ അതല്ലേ പണി. വല്ലാത്തൊരു കഥയായി പോയി ഇപ്പൊ ഇത്. പലിശക്ക് അന്ന് എടുക്കേണ്ടിയിരുന്നില്ല. എന്നപ്പോ ഇത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അളിയന് കുറച്ച് നാണം കെട്ടാലും കുഴപ്പമൊന്നുമില്ല. അളിയന് പൈസ കൊടുത്തില്ല വെച്ചിട്ട് ഇപ്പൊ എന്താണ്? അതിനെങ്ങനെയാണ് ആ സമയത്ത് ബുദ്ധി വരൂലല്ലോ. ഇതിലാവട്ടെ.